സംഗീതജ്ഞൻ രമേശ് നാരായണൻ യുവനടൻ ആസിഫ് അലിയെ അപമാനിച്ചു എന്ന സംഭവമാണ് ഈ ദിവസങ്ങളിലായി കേരളം ചർച്ച ചെയ്യുന്നത്. ആസിഫ് അലിക്കൊപ്പം താരസംഘടനയായ അമ്മയും ഇടത് രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം അണിചേർന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം കൊണ്ട് പ്രതിപാദനായ രമേശ് നാരായണനെ സാംസ്കാരിക കേരളം ഒറ്റപ്പെടുത്തുന്നതാണ് കണ്ടത്. സത്യത്തിൽ രമേശ് നാരായണൻ്റെ ഭാഗത്ത് എന്തു തെറ്റാണ് ഉള്ളത്? അദ്ദേഹം ആസിഫ് അലിയെ അപമാനിച്ചു. ആസിഫ് അലിയിൽ നിന്നും രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിച്ചില്ലെങ്കിൽ അങ്ങനെ പറയുന്നതിന് ന്യായമുണ്ട്. എന്നാൽ അദ്ദേഹം പുരസ്കാരം സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സംവിധായകൻ ജയരാജനെ വിളിച്ച് വീണ്ടും തനിക്ക് പുരസ്കാരം നൽകാൻ ആവശ്യപ്പെടുന്നത്. ഇതിൽ തെറ്റുകാർ ആരാണ്? തീർച്ചയായും ആസിഫ് അലിയല്ല. ആസിഫ് അലി തനിക്ക് പ്രിയപ്പെട്ട നടനാണെന്ന് രമേശ് നാരായണൻ തന്നെ പറയുന്നു. താൻ നടന്നു വന്ന വഴികളെപ്പറ്റി നന്നായി അറിയുന്നവരാണ് മലയാളി സമൂഹം. താൻ ആരെയും അപമാനിക്കില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. നടന്ന സംഭവത്തെപ്പറ്റി ശരിക്കും അറിയാതെയാണ് പലരും പ്രതികരിച്ചതെന്ന് രമേശ് നാരായണൻ പറയുന്നു. ട്രെയിലറിൻ്റെ സ്വിച്ച് ഓൺ ചടങ്ങിൽ അണിയറ പ്രവർത്തകരുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തൻ്റെ പേര് തെറ്റായാണ് പറഞ്ഞത്. അതിനാൽ തന്നെ തനിക്ക് സദസ്സിൽ കയറേണ്ടി വന്നില്ല. മറ്റണിയറ പ്രവർത്തകരെയെല്ലാം സദസ്സിൽ വിളിച്ചു. അതിൽ യാതൊരു ഖേദവും പ്രകടിപ്പിക്കാതെ യാത്ര പറയുന്നതിനിടെയാണ് ആസിഫ് അലി തനിക്ക് മൊമെൻ്റോ നൽകിയത്. ഇത് ജയരാജൻ്റെ കൂടെ സാന്നിധ്യത്തിൽ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ചതെന്നും രമേശ് നാരായണൻ പറയുന്നുണ്ട്. ആസിഫ് അലിയെ അപമാനിക്കണമെന്നോ നിരസിക്കണമെന്നോ കരുതിയല്ല അങ്ങനെ ചെയ്തതെന്ന് രമേശ് നാരായണൻ വിശദീകരിക്കുന്നു. ഇക്കാര്യത്തിൽ നടന്നെന്തെങ്കിലും വിഷമം തോന്നിയെങ്കിൽ താൻ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്നും സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പറയുന്നു. രമേശ് നാരായണനും നടൻ ആസിഫ് അലിയും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരാണ്. ഏതിൻ്റെ പേരിലായാലും ഒരാളെ സാംസ്കാരിക കേരളം ഒറ്റപ്പെടുത്തുന്നത് ശരിയായ കാര്യമായി കാണാൻ കഴിയില്ല. ആസിഫ് അലിയുടെ ചിരിക്കൊപ്പം രമേശ് നാരായണൻ്റെ ക്ഷമാപണവും മലയാളികൾ തിരിച്ചറിയണം.